നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് സാന്റയാണ്. പക്ഷെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആ സാന്റയല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു താരം മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പ്ലം കേക്ക്. നമസ്കാരം പ്ലം കേക്ക്. നമസ്കാരം. എന്തൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ? ഈ ക്രിസ്മസ് തന്നെയാണ് വിശേഷം. എന്താ ഒരു സന്തോഷമില്ലല്ലോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പലരുടെയും ഫേവറേറ്റ് ആണ്. പക്ഷെ പലർക്കും എന്നെ ഓർമ്മ വരുന്നത് ഈ ക്രിസ്മസ് ആകുമ്പോൾ മാത്രമാണ്. ഇവിടെ മാർബിൾ കേക്ക് ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, റെഡ് വെൽവെറ്റ് ഉണ്ട്. അങ്ങനെ എൻ്റെ കുടുംബത്തിലെ പലരും ഉണ്ട്. പക്ഷെ അവരെല്ലാം എല്ലാവർക്കും എപ്പോഴും വേണം. താങ്കളെയും എല്ലാവർക്കും എപ്പോഴും വേണം. ഓ, അങ്ങനെയാണ് ഇയാൾ ഇയാളുടെ ബർത്ത്ഡേക്ക് എന്നെ മുറിക്കുമോ? ഇതാണ് പ്രശ്നം. ഈ ക്രിസ്മസ് ആകുമ്പോൾ നാട്ടുകാർ കാണിക്കുന്ന ഈ സ്നേഹം ബാക്കിയുള്ള ടൈമിൽ എന്താ ഇല്ലാതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നെയും ബേക്ക് ചെയ്യുന്നതല്ലേ, അല്ലാതെ ബിരിയാണി ചെമ്പിലിട്ട് ബിരിയാണിയുടെ കൂടെ ഒന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് പ്രേക്ഷകരാണ്. പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്ലം കേക്കിനോട് ഇങ്ങനെ ചെയ്യുന്നത്? കമന്റ് ചെയ്യൂ. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇയാളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ ചോദിക്കാൻ. ചോദിക്ക്. അല്ല, സോഷ്യൽ മീഡിയയിൽ താങ്കളെ മാസമായിട്ട് കാണിക്കുന്ന ഒരുപാട് റീലുകൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ സോഷ്യൽ മീഡിയയുടെ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. കാരണം ഒരു വ്യക്തി എന്നെ മാസമായിട്ട് കാണിച്ച് ഒരു റീല് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ആ ഒരു റീല് വൈറലാവുന്നു. അങ്ങനെ അയാൾക്ക് ഒരു 100K ഫോളോവേഴ്സ് കിട്ടിയെന്ന് കരുതുക. 100K 500K ഫോളോവേഴ്സ്? നീ ഒരുപാട് അങ്ങ് കയറ്റണ്ട. ആ വ്യക്തിക്ക് 100K ഫോളോവേഴ്സ് ആയെന്ന് വെച്ച് ആ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കട്ടിയാൻ എന്നെ വാങ്ങുമോ? ഒരു സാധ്യതയില്ല. അതിനതിൽ നല്ല കേക്ക് മേടിക്കൂലേ? ഇതാ പറഞ്ഞേ, ഈ സോഷ്യൽ മീഡിയയുടെ സ്നേഹമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പ്ലം കേക്ക് ആയിട്ടോ ഇഷ്ടം. അപ്പൊ ഇയാൾ കട്ട് ചെയ്യോ 100K ആകുമ്പോൾ? എനിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. പിന്നെ ഇയാളെന്താ കേക്ക് മൊത്തത്തിലെടുത്തങ്ങ് വിഴുങ്ങുമോ? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. അടുത്ത ചോദ്യം ചോദിക്കും. താങ്കളുടെ ഒറിജിൻ സ്റ്റോറി എന്ന് പറയൂ. ഇതേതാ വർഷം? 2025. ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ 2026 ആവും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. 2025 ഇരുന്നിട്ടാണ് എന്നോട് ഒറിജിൻ സ്റ്റോറി ചോദിക്കുന്നത്. നിന്നെയൊക്കെ ആരാടെ ഇന്റർവ്യൂവിന് പിടിച്ചിരുത്തിയത്? ഇന്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സ്റ്റോറി കിട്ടും എന്നെ പറ്റി, അതും പല രാജ്യങ്ങളിലെ. എന്നാൽ എങ്ങനെയാണ് താങ്കൾ തയ്യാറാക്കുന്നത്? അതെങ്കിലും ഒന്ന് പറയൂ. ഇവിടെ 100 കണക്കിന് ട്യൂട്ടോറിയൽ ഉണ്ട് യൂട്യൂബിൽ. വേണമെന്നുള്ളൊരു അത് നോക്കി പഠിച്ചോളൂ. ഞാൻ വേണേ എൻ്റെ ഫേവറേറ്റ് പ്ലം കേക്ക് ബ്രാൻഡുകൾ പറയാം. അതേതായാലും വേണ്ട. എന്നിട്ട് വേണം നാട്ടുകാർ സ്പോൺസേർഡ് വീഡിയോ ആണെന്ന് പറയാൻ. എന്നാ അടുത്ത ചോദ്യം ചോദിക്കും. താങ്കളുടെ പ്രധാന എതിരാളി അല്ലെങ്കിൽ ശത്രു ആരാണ്? എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് ആ മാർബിൾ കേക്കിനെയാണ്. അതെന്താ? എനിക്കറിയില്ല, എനിക്ക് അതിനെ ഇഷ്ടമല്ല. മാർബിൾ കേക്ക് പോലും ഒരു കേക്കിനിടാൻ പറ്റിയ പേരാണോ അത്? കേക്ക് എന്നൊക്കെ പറയുമ്പോൾ പ്ലം കേക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു രസം, എന്താ ഒരു സുഖം. ആ സുഖം തിന്നാൻ കൂടി വേണ്ടേ? നീ ചോദ്യം ചോദിച്ചാൽ മതി കേട്ടോ, കൗണ്ടർ വേണ്ട. ചില ആൽക്കഹോളുകൾ താങ്കളെ തയ്യാറാക്കാൻ ഉപയോഗിക്കാറുണ്ടല്ലോ, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. എന്നാൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് പ്രേക്ഷകരോട് താങ്കൾക്ക് പറയാനുള്ളത്? എല്ലാവർക്കും മേരി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസിന് നല്ല പ്ലം കേക്കുകളൊക്കെ വാങ്ങി കഴിക്കുക. എന്നെ ഇഷ്ടമല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്കുകളൊക്കെ വാങ്ങി ക്രിസ്മസ് ആഘോഷിക്കുക. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ക്രിസ്മസിന് മാത്രമല്ല ഉള്ളൂ, എല്ലാ സമയത്തും ഞാൻ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തുകൂടി എന്നെ പരിഗണിക്കുക. പിന്നെ ക്രിസ്മസ് ടൈമിൽ സോഷ്യൽ മീഡിയയിൽ എന്നെ മാസമായിട്ട് കാണിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത്ര മാസമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും അഡ്വാൻസ് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.